ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എൻ്റെ കോലം കണ്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ. ഞാൻ നല്ല അടിപൊളി ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഉറക്കപ്പിച്ചിലേറ്റിരിക്കുന്ന കേട്ടോ. ഇപ്പോൾ സമയം 5:30 ആവാറായിട്ടുണ്ട്. ഒരു 3:30 മറ്റോ കഴിഞ്ഞപ്പോൾ ഞാൻ കയറി കിടന്നുറങ്ങിയതാ. നന്നായിട്ട് കിടന്നുറങ്ങി കേട്ടോ. ഈ ചൂടാണേലും ഫാനൊക്കെ ഇട്ടപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കയറി കിടന്നുറങ്ങി. അപ്പോൾ ഇത് ആദ്യക്കുട്ടൻ്റെ കൂടെ അവനെ കുഞ്ഞിലോട്ട് കിടത്തി ശീലിച്ചിട്ട് അവനിപ്പോൾ ശീലമെല്ലാം മാറ്റി. എനിക്ക് ഇപ്പോഴും ആ ശീലം മാറ്റാൻ പറ്റുന്നില്ല. ഉച്ചയാകുമ്പോൾ ചോറുണ്ട് കഴിയുമ്പോൾ തൊട്ടിങ്ങനെ കണ്ണടഞ്ഞു വരും. അപ്പോൾ പിന്നെ ഫോണും ഒക്കെ നോക്കി ഇച്ചിരി നേരം കിടന്നു കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് ഉറങ്ങും കേട്ടോ. ആദ്യം ഞാൻ നേറ്റ് വന്നപ്പോഴത്തേനും അവിടെ ഇരുന്നുകൊണ്ട് ബിൽഡിംഗ് സെറ്റുമായിട്ട് കളിക്കുന്നുണ്ട്. അവൻ ഇന്നും കിടന്നുണ്ടായിരുന്നില്ല. എനിക്ക് ആ ശീലം മാറ്റാൻ പറ്റാഞ്ഞ് പിന്നെ ഞാൻ നേരെ കിച്ചണിലോട്ട് ചെന്നിട്ട് ഇനിയിപ്പോൾ 4 മണിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മാഗി ഉണ്ടാക്കാൻ ഓർത്തിരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് മാഗി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചായിരുന്നു. അപ്പം ഞാൻ ഹസ്ബൻഡിനോടും പറഞ്ഞായിരുന്നു വൈകിട്ട് വരുമ്പോൾ കഴിക്കാൻ മാഗിയാന്ന് നേരത്തെ തന്നെ അങ്ങ് പറഞ്ഞു വെച്ചേക്കും. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു ഇതുപോലെ നമ്മൾ ഗ്രീൻ പീസ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം, അതും കൂടെ കുറച്ച് ഇട്ടുണ്ടാക്കിയോളാണ്. പുള്ളി വലിയ ഇഷ്ടം അതൊക്കെ ഇടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ ഫ്രോസൺ പീസ് അല്ല, മറ്റേ അതിട്ടാലേ ആവത്തുള്ളൂ. അപ്പം പറഞ്ഞു ഇല്ല, നീ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച് നോക്ക്. അപ്പം ഞാൻ ആവത്തില്ലെന്ന് അങ്ങ് തറപ്പിച്ച് പറഞ്ഞു. എന്നാലും കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അത് ഞാൻ ഒന്ന് വേവാൻ വെച്ച്. എനിക്ക് ഇപ്പോഴും ഒരു പ്രതീക്ഷയില്ല കേട്ടോ അത് കുക്കായി കിട്ടുമെന്ന്. എൻ്റെ വിചാരം അത് കുക്കറിലിട്ടാലേ ആവത്തുള്ളൂ എന്നാണ്. പിന്നെ അതേ ഞാൻ നേരെ ചായ വെക്കാനുള്ള പാലും എടുത്ത് അവിടെ വെച്ചു. പിന്നെ കുറേ വെള്ളം നിന്ന് കുടിക്കുവാണ്. അപ്പം തച്ചിന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോഴത്തേനും വെള്ളം കൂടിയുള്ളൂ. കാരണം ഈ ചൂടത്തൊരു രക്ഷയില്ല. വെള്ളം കുടിക്കുക, കുപ്പി റീഫിൽ ചെയ്യുക, ഇത് തന്നെയാണ് പരിപാടി. അപ്പം ഞാൻ തന്നെ നമ്മുടെ പീസ് വെന്തോന്ന് നോക്കിയപ്പോൾ സാധനം വെന്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ പ്രതീക്ഷ എല്ലാം തെറ്റി. അപ്പോൾ പിന്നെ ഇന്ന് ഇതും കൂടി മാഗി ഉണ്ടാക്കാം. ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും ഇടാറില്ല, ഇങ്ങനെ ചുമ്മാ അങ്ങ് ഇടത്തേ ഉള്ളൂ. പിന്നെ ഫ്രോസൺ പീസ് അങ്ങനെ ഇരിപ്പുണ്ടെങ്കിൽ ഇടും. അപ്പം ഈ മാഗി അങ്ങനെ കഴിക്കില്ല എപ്പോഴും. അതുപോലെ ഹെൽത്ത് വൈസ് അത്ര ഓക്കെ അല്ലെന്നൊക്കെ അറിയാം. എന്നാലും കാണുമ്പോഴത്തേനും ഒരു കൊതി, നമ്മൾ മേടിച്ച് പോകും കേട്ടോ എങ്ങനെ പോലും അവിടെ ചെല്ലുമ്പോൾ. അപ്പം നമ്മളെ കണ്ടാൽ നമ്മുടെ പിള്ളേരും പഠിക്കുന്നത്. എന്നാലും എന്താ ചെയ്യാനാ, കാണുമ്പോഴത്തേനും ഉള്ളൊരു ആഗ്രഹം കൊണ്ട് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതായത് ഞാനിങ്ങനെ കേട്ടോ മാഗി ഉണ്ടാക്കുന്നത് എപ്പോഴും സിമ്പിളായിട്ട് ചുമ്മാ കുറച്ച് നമ്മുടെ പാനിനകത്തോട്ട് വെള്ളം ഒഴിക്കുക. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും അതിൻ്റെ ആ മാഗി മസാല അങ്ങ് ഇടും. പിന്നെ അതും കൂടെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മുടെ മാഗിയുടെ ഈ ഒരു നൂഡിൽസും കൂടി ഇട്ട് എല്ലാം കൂടെ ഒന്ന് വെന്തെടുക്കും. അത്രേ ഉള്ളൂ. പക്ഷെ ഇന്നിപ്പം ഇച്ചിരി ഡെക്കറേഷൻ ആയിട്ടുണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ ആ ഗ്രീൻ പീസും പിന്നെ ലാസ്റ്റ് ഇച്ചിരി മുട്ട ഒന്ന് ചിക്കി പൊരിച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു ഇന്നത്തെ നമ്മുടെ മാഗി കേട്ടോ. ഒരിടയ്ക്ക് ആരിക്കുട്ടിന്റെ ഫേവററ്റ് സാധനമായിരുന്നു ഇത്. എപ്പോഴും ചോദിക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. അപ്പം ഞാൻ നമ്മുടെ സേമിയ ഇല്ലേ ഒടിക്കാത്ത നീളമുള്ള, അപ്പം അത് വെച്ചിട്ട് നമ്മുടെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് മാഗിയാന്ന് പറഞ്ഞ് കൊടുക്കുമായിരുന്നേ. പക്ഷെ ആരിക്കുട്ടൻ നേരെ ടീം അവൻ അന്നേരം അത് കണ്ടുപിടിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പം അവന് വലിയ താല്പര്യമൊന്നുമില്ല. ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ കഴിക്കും, അല്ലാതെ നിർബന്ധമൊന്നും പറയാറില്ല കേട്ടോ. പിന്നെ നേരെ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ചായയല്ല ബൂസ്റ്റ് വെക്കുക കേട്ടോ. അപ്പോൾ ആർക്കും ഇതൊന്നും ഇഷ്ടമില്ല കേട്ടോ. ബൂസ്റ്റ് ഇഷ്ടമില്ല, ആദ്യം ഇഷ്ടമില്ല, ഇവിടെ എൻ്റെ ഹസ്ബൻഡിനും ഇഷ്ടമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യക്കുട്ടനാണെങ്കിൽ ഇത് കൊണ്ടുപോയി കൊടുക്കുമ്പോഴേ മുഖം മാറും കേട്ടോ. ഇങ്ങനെ വായുടെ അങ്ങോട്ട് വെക്കുമ്പോഴേ എൻ്റെ സ്മെല്ല് ചെയ്യുമ്പോഴേ മുഖം അങ്ങ് മാറും. അപ്പോൾ ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ ഓർക്കും പാവമുണ്ട്, ഞാൻ ചെയ്യുന്ന തെറ്റല്ലേ. കാരണം ഹസ്ബൻഡിന് വേണ്ടെന്ന് പറഞ്ഞു, ഓക്കെ വേണ്ട, ഇഷ്ടത്തിന് ചായ ഇട്ട് കൊടുക്കുക, കൊച്ചിനെ അങ്ങ് കെട്ടിയേപ്പിച്ച് കുടിപ്പിക്കുക. അതാണ് നമ്മുടെ ഒരു കുഴപ്പം. തിരിച്ച് ചെയ്യത്തില്ല എന്നുള്ളവരോടല്ല, നമ്മൾ പറഞ്ഞ അനുസരിക്കുമെന്ന് ഉറപ്പുള്ളവരുടെ അടുത്ത് നമ്മൾ നമ്മുടെ ഇഷ്ടം അങ്ങ് ഏൽപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് പിന്നെ ഹെൽത്ത് വൈസ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലാത്ത കാര്യങ്ങളിലും നമ്മൾ മിക്ക പേരൻസ് ഇങ്ങനെയല്ലേ. ഞാനിങ്ങനെ കേട്ടോ. ഇപ്പോൾ ഒരു ഗ്ലാസ് വീണാൽ അല്ലെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം താഴെ വീണാൽ കുഞ്ഞു പിള്ളേരാകുമ്പോൾ ആദ്യമാകുമ്പോഴത്തേക്കും ഞാൻ ചെന്ന് വഴക്ക് പറയും. അതെന്നതിന് എനിക്ക് സൂക്ഷിക്കത്തില്ലായിരുന്നു എന്ന് ചോദിക്കും. അത് സമയം ഇപ്പോൾ ഇവിടെ വലിയൊരാളാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്ന ആളാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുമോ? ഇല്ല. അതാ പറയുന്നത്, നമ്മൾ നമുക്ക് തിരിച്ച് നമ്മളെ ഒന്നും ചെയ്യത്തില്ല എന്നുള്ള ആളാകുമ്പോഴത്തേനും നമ്മൾ കയറി അങ്ങ് വലിയ ആളാകും. ഇന്നലെ ഞാനും ആൽക്കുട്ടിനും കൂടെ ഉണ്ടായ ഒരു വഴക്കിനെ പറ്റി ഓർത്തപ്പോഴാട്ടോ ഇത്രയും പറഞ്ഞത്. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് മാറ്റണം. നിങ്ങൾ ഇതുപോലൊക്കെയാണെങ്കിൽ ഒന്ന് മാറാൻ ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ആചാരമാണല്ലോ അല്ലേ. നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നല്ലോ ഗതി. അങ്ങനെ പറഞ്ഞു എവിടേക്കോ പോയിട്ടുണ്ട് കേട്ടോ. ഒരു ബൂസ്റ്റിൻ്റെ കാര്യത്തിൽ തുടങ്ങിയത് അപ്പോഴത്തേക്കും നമ്മുടെ മാഗി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മാഗിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ ആദ്യക്ക് കൊടുത്തു, പിന്നെ ഇത് എനിക്കെടുത്തു, പിന്നെ ഇത് കുറച്ച് മാറ്റി വെച്ചതാണ്. കാരണം കഴിച്ചെല്ലാം കഴിയുമ്പോഴത്തേനും ആദ്യം ഇനിയുണ്ടോ അമ്മേ എന്നൊരു ചോദ്യമുണ്ട്. ഇല്ലെന്നാണ് ഇവിടെ തകർത്ത് പൊടിക്കുവേ, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വേണ്ടായിരിക്കും. അപ്പം അതേണ്ട ഞങ്ങളിത് കഴിച്ച് വയറങ്ങ് നിറഞ്ഞു പോയി കേട്ടോ. ഒത്തിരി ആയ പോലായിരുന്നു. പിന്നെ ആണെങ്കിൽ ഇതേണ്ട ഞാൻ ചായ കുടിച്ചു, ആൽക്കുട്ടിന് കൊണ്ടുപോയി കൊടുത്തു, അവൻ കുടിച്ചില്ല. അവന് മാഗി കഴിച്ചിട്ട് വയർ നിറഞ്ഞു. പിന്നെ ആ കാണുന്ന പെട്ടിയുണ്ടല്ലോ, ഇന്നലത്തെ വീഡിയോ ഞാൻ പറഞ്ഞു നമ്മളൊരു ഹെൽമെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് റിട്ടേൺ എടുക്കുമെന്ന് ഓർത്ത് ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചത്. അപ്പം റിട്ടേൺ വന്നില്ല, പകരം പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വന്നു. അപ്പോൾ ഇപ്പോൾ 2 പെട്ടി ഇരിപ്പുണ്ട്. ഒരെണ്ണം ഡൈനിങ് ടേബിളിൽ ഇരിപ്പുണ്ട്, ഒരെണ്ണം അവിടെ ഇരുന്നു. അപ്പം ഞാനതങ്ങ് കൊണ്ടുപോയി മാറ്റി വെച്ചേ.
അങ്ങനെ അവിടെ എല്ലാം ഞാൻ തൂത്തുവാരി മുഴുവനും നിരന്ന് കിടക്കുമായിരുന്നു. ഇപ്പം ഈ അവധിയായ പിന്നെ ഒന്നും ക്ലീനിങ് ഒന്നും ശരിക്കും നടക്കുന്നില്ല. തൂത്തുവാരൽ എപ്പോഴും നടക്കുന്നുണ്ട്, ഇതുപോലെ ഈ പിറക്കി വെക്കലും. പക്ഷേ അത് പിന്നെയും നിർത്തിക്കൊണ്ടിരിക്കും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അവധിക്കല്ലേ ഇങ്ങനത്തെ കളിക്കാൻ പറ്റത്തുള്ളൂ എന്നോർത്ത് പിന്നെ ഞാൻ അധികം ഒന്നും വഴക്ക് പറയത്തില്ലേ. കാരണം നമ്മുടെ വീട്ടിലല്ലേ പിന്നെ എവിടെ പിള്ളേർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എൻ്റെ വിളക്ക് കത്തിച്ചു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭസ്മം തൊട്ട് കിടക്കല്ലേ, ഇതിപ്പോൾ അവന് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എനിക്ക് അതാണ്ട് യു ഷേപ്പിലൊക്കെ തൊട്ട് കഴിയുമെന്ന് അവൻ പറയുന്നത്. പിന്നെ എൻ്റെ കണ്ണിൻ്റെ മുകളിലൊക്കെ ആയിരിക്കുമെന്നേ ഉള്ളൂ. അങ്ങനെ അതേ വിളക്കം കത്തിച്ച് നാമം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ചൊല്ലി തീരാറായിരുന്നു. അപ്പോഴത്തേനും ഹസ്ബൻഡ് വന്നു. അപ്പം ഞാൻ ഒന്ന് തീർത്തിട്ടാട്ടാന്ന് ഓർത്തിട്ട് ഇരുന്നിട്ട് പോയത്, ഞാൻ സ്പീഡിൽ അങ്ങ് പോയത്. അങ്ങനെ ഹസ്ബൻഡ് വന്നപ്പോഴത്തേ വീണ്ടും റിപ്പീറ്റ് മാഗി തന്നെ. അപ്പം ഞാനാണെങ്കിൽ ഒരു മാഗിയുടെ പാക്ക്, ഈ പൊടിയില്ലേ മസാല, അത് അന്നേരം എനിക്കും ആർക്കും കൂടെ ഒരു 1.5 പാക്കറ്റ് എടുത്തിട്ട് ബാക്കി ഞാൻ എവിടെയോ സൂക്ഷിച്ചു വെച്ചു. ഇപ്പം നോക്കിയിട്ട് എങ്ങും കണ്ടില്ല. ഞാൻ എല്ലായിടത്തും അതായിരുന്നു തേടുന്നത് കേട്ടോ. അപ്പം അത് ഇതിലേ പോയെന്ന് ഒരു പിടുത്തമില്ല. എനിക്കിപ്പം നല്ല ഓർമ്മക്കുറവും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു വന്ന്. അങ്ങനത്തെ ഞങ്ങൾ ആദ്യം കൂടെ തന്നെ വീണ്ടും അവൻ്റെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കുടിക്കും, നീ കുടിച്ചില്ലെന്ന് പറഞ്ഞ് ഓരോന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് കൊടുത്തതാണ്. പിന്നെ ഇതായിട്ടോ നമ്മുടെ ഹെൽമെറ്റ്. ഞാൻ ഇതിനകത്ത് ഹെൽമെറ്റ് ഉണ്ടെന്ന് ഓർത്ത് നിങ്ങളെ ഇതിനകത്ത് കാണിക്കാമെന്ന് ഓർത്ത് നോക്കിയപ്പോഴത്തേനും ആൾ വന്ന വഴിക്ക് തന്നെ ഹെൽമെറ്റൊക്കെ എടുത്ത് നോക്കി കൊണ്ടുപോയി റൂമിൽ വെച്ചായിരുന്നു കേട്ടോ. ഒന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ അതായിരുന്നേ ഹെൽമെറ്റ്. അങ്ങനെ ദേണ്ട അവിടെ കുറേ നേരം ഇരുന്ന് കറങ്ങി നടന്നിട്ട് പിന്നെ നേരെ ദേണ്ട അടുക്കളയിലോട്ട് വന്നെൻ്റെ വെള്ളം കുപ്പിയാട്ടോ. കുറേ വെള്ളം കൂടി, ഏത് നേരം ഇതേ ഉള്ളൂ കേട്ടോ. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടാണെങ്കിൽ നേരത്തെ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഇല്ലേ, അതുവരെ ഇങ്ങനെ നല്ല കരിങ്കല്ല് പോലെ ഇങ്ങനെ കട്ടി പിടിച്ചായിരുന്നു ഇരുന്നോണ്ടിരുന്നത്. കുപ്പിയിൽ നിന്നൊന്നും വരത്തില്ല. അപ്പോൾ ഓർത്ത് നോക്കണം, അത്രയ്ക്കും തണുപ്പുണ്ടായിരുന്ന സ്ഥലമായി. ഇപ്പം ഇതുപോലെ ചൂടായി പോയി. നാട്ടിലെല്ലാം പിന്നെ ഒട്ടും സഹിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ. ഇതെന്താണോ ഇങ്ങനെ. എന്താണെന്ന് ഞാനും ആർക്കൊന്നും പിന്നെ അതേണ്ട അവിടെ നിന്ന് വേസ്റ്റ് കളയുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് വേസ്റ്റ് ഇരിപ്പുണ്ടായിരുന്നു. 2 ദിവസം ആയിരുന്നു കളഞ്ഞിട്ട്. അന്നൊന്ന് കളഞ്ഞുകൊണ്ടിരുന്നു. അവന് സ്കൂളുള്ളപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് അങ്ങ് കളഞ്ഞിട്ട് പോകും, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇപ്പം അതും അങ്ങ് മുടങ്ങി. പറഞ്ഞ പോലെ അവധി തുടങ്ങിയ പിന്നെ പല കാര്യം ഏക്കുന്നതാണേലോ ഏതോ നേരത്ത്, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഏറ്റുകൊണ്ടിരുന്നതാണ്. ഇപ്പം രാവിലെ ഏക്കുമ്പോഴും ഹസ്ബൻഡിന് പോകണം, ഹസ്ബൻഡിന് മാത്രം പോയാൽ മതിയല്ലോ. അപ്പോൾ പതുക്കെ ചെയ്താൽ മതിയല്ലോ എന്നോർത്ത് ഏറ്റു വരുമ്പോഴത്തേന് ലേറ്റ് ആകും. അപ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം താമസിക്കും. ഇതിപ്പോൾ നമ്മൾ മറ്റേ കൊച്ചിനും കൂടെ പോകേണ്ടപ്പോൾ നേരത്തെ ഇവനെയൊക്കെ ഏൽപ്പിക്കണം, അവൻ്റെ കാര്യങ്ങൾ നോക്കണം. പക്ഷെ താമസമാണല്ലോ അവനെയും കൂടെ ഏൽപ്പിച്ച് പിടിച്ച് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് അലാറം വെച്ച് ഏറ്റുകൊണ്ടിരുന്നാൽ ഞാൻ ഇപ്പം മടി പിടിച്ച് സമയമെല്ലാം മാറി. അങ്ങനെ ഇതിപ്പോൾ ചപ്പാത്തി രാവിലത്തേനുള്ള കേട്ടോ കുഴച്ച് വെച്ചത്. ഹസ്ബൻഡിന് നാളെ ഓഫീസിൽ പോകണം. അപ്പോൾ ചപ്പാത്തി മതിയെന്ന് പറഞ്ഞു. ഇവിടെ പിന്നെ അങ്ങനെ ചോറ് വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് പിന്നെ ചപ്പാത്തിയോ അപ്പോ ദോശയോ ഒക്കെ ഞാൻ കൊടുത്തു വിടുവേ. അങ്ങനെ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചു. പിന്നെ അതേണ്ട ഞാൻ നോക്കിയതാ ചോറ് ഇരിപ്പുണ്ടോ ഇല്ലെന്ന്. അപ്പോൾ ശകലം ചോറ് ഇരിപ്പുള്ളൂ. ചോദിച്ചപ്പോൾ ആർക്കും ചോറ് വേണ്ട, മാഗി ഇരിപ്പുണ്ടായിരുന്നു. എന്നാലും രാത്രിയല്ലേ ഒരു ഇച്ചിരി ചോറ് കഴിക്കണം. അതായത് എനിക്ക് ചോറ് സത്യം പറഞ്ഞാൽ പേഴ്സണലി ഇഷ്ടമേ ഉള്ള ആളായിരുന്നില്ല. അങ്ങനെ പറയുന്ന ദോഷമായിരിക്കും. എന്നാലും എനിക്ക് വേറെ എന്തെങ്കിലും കഴിച്ചാൽ മതി, അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ കേട്ടോ. പ്രായം കൂടി വരുമ്പോഴത്തേനും ഓരോന്ന് മാറുക. കാരണം അമ്മയൊക്കെ പറയുന്നത് കേൾക്കാൻ രാത്രിക്ക് ഒരു ഇച്ചിരി ചോറ് കഴിച്ചില്ലേ ഒരു സമാധാനക്കേടാണ് എന്ന് പറഞ്ഞ പോലെ കേട്ടോ. എനിക്കിപ്പം ഒരു തുള്ളി മതി. അതായത് കഴിച്ചില്ലെങ്കിൽ രാത്രിയിലത്തെ ഭക്ഷണം കഴിച്ചില്ല എന്നുള്ളൊരു ഫീലാണ്, വേറെ എന്തോ കഴിച്ചാലും. അപ്പോൾ എന്തായാലും ഒരു ശകലം ചോറും അരിയും കൂടെ അടുപ്പിൽ ഇട്ടിട്ട് പിന്നെ നാളത്തേനുള്ള ചപ്പാത്തിക്കുള്ള കറിയാണ് കേട്ടോ. നമ്മുടെ ഗ്രീൻ പീസ് കുറച്ച് കഴുകി കുക്കറിൽ അങ്ങ് ഇട്ട് വെച്ചു, കുതിർത്ത് വെച്ചു. അപ്പോൾ പിന്നെ രാവിലെ കഴുകി വെച്ചതാണ്, എന്നാലും ഒന്നുകൂടെ രാവിലെ കഴുകി വാരി എടുക്കണം. പിന്നെ ഇത് കിഴങ്ങും കൂടെ. അപ്പം ഞാൻ ഈ ഗ്രീൻ പീസിൻ്റെ ഒന്നും അളവ് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്തോരം വേണമെന്ന്. ഞാൻ ഫസ്റ്റ് ടൈം മേടിക്കുക ഗ്രീൻ പീസ്. മറ്റേ ഞങ്ങൾ എപ്പോഴും കടല മാത്രമേ മേടിക്കത്തില്ലായിരുന്നു. അങ്ങനെ ഇപ്രാവശ്യം ഗ്രീൻ പീസ് മേടിച്ചു. പിന്നെ എന്താണ് അതിനുള്ള പൊട്ടറ്റോ കിഴങ്ങും ഗ്രീൻ പീസും കൂടെ ഒന്നിച്ച് കറി വെക്കാമെന്ന് ഓർത്തിട്ട്, വീട്ടിൽ പുതുപ്പള്ളിയിൽ അമ്മ വെക്കുന്ന ഒരു കറിയാണ്, നല്ല കറിയാണ്. അപ്പം അതുപോലെ വെക്കാമെന്ന് ഓർത്തിട്ടാണ് അങ്ങനെ ചപ്പാത്തിക്കും കുഴച്ച് ഇതുപോലെ ഉരുട്ടി ഒരു പാത്രത്തിലാക്കി, കിഴങ്ങും ഇതുപോലെ ആക്കി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഫുഡ് മേടിക്കുന്ന പാത്രങ്ങളാണ് കേട്ടോ. ഞാനിത് കളയത്തേ ഇല്ല, ഇങ്ങനെ എല്ലാം സൂക്ഷിച്ച് വെച്ചേക്കും. അപ്പം എന്താണ് ഇതുപോലെ എല്ലാം വീണ്ടും അതിനകത്ത് ചൂടിടല്ലെന്നേ ഉള്ളൂ, അല്ലാത്ത സാധനങ്ങളുടെ ഒന്നും കുഴപ്പമില്ല ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ. അങ്ങനെ അത് രണ്ടും എടുത്ത് നേരെ കൈയോടെ ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ. ഇനിയിപ്പോൾ ഇത് എന്നോട് ആരോ ചോദിച്ചായിരുന്നു വീട്ടിൽ പോയപ്പോൾ ഇതെങ്ങനെ ഇവിടെ വേസ്റ്റ് കളയുന്നത്. അപ്പം ഇതുപോലത്തെ ഈ ഗാർബേജ് ബാഗ് മേടിച്ചിട്ട്, ഇത് നമ്മുടെ ഈ മീഷോയിലും ഫ്ലിപ്കാർട്ടിലും എല്ലായിടത്തും കിട്ടും കേട്ടോ, പിന്നെ കടയിലും കിട്ടുവേ. അപ്പോൾ അത് മേടിച്ചിട്ട് ഇതിനകത്ത് നമ്മുടെ വേറെ എന്തെങ്കിലും പാത്രത്തിനകത്ത് ആക്കിയിട്ട് ബക്കറ്റിലോ വല്ലതും ആക്കിയിട്ട് ഫുഡ് വേസ്റ്റിനകത്ത് ഇടും. പിന്നെ ഡ്രൈ വേസ്റ്റ് പേപ്പറും അങ്ങനത്തെയൊക്കെ വേറത്തിലാക്കും. അങ്ങനെ താഴെ കൊണ്ടുപോയിട്ട് കളയും കേട്ടോ. അങ്ങനെയാണ്. പിന്നെ അതേ കഞ്ഞി ഇന്നും സ്ഥിരം പരിപാടി തിളച്ച് ചാടി കേട്ടോ. ഇപ്പം ഞാൻ ഇതിൻ്റെ ചോട്ടിൽ നിന്നെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് തിരിയുന്ന നേരത്ത് ഇത് അടച്ചു വെച്ചേക്കുന്നതുകൊണ്ടാണ് കഞ്ഞി മൊത്തം തിളച്ച് ചാടും. അങ്ങനെ ചാടി ഇൻഡക്ഷൻ കുക്കറിൻ്റെ അടിയിൽ വെള്ളം എടുത്ത് വാങ്ങും. ഇനി ഇൻഡക്ഷൻ കേടാവാതിരുന്നാൽ മതിയായിരുന്നു.
അത് കഴിഞ്ഞ് നേരെ ഇതേണ്ട ഫാനിൻ്റെ ചോട്ടിൽ ചെന്ന് നിൽക്കുവാണ്. എൻ്റെ കയ്യും ഒന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു, അതാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. അപ്പം ഇപ്പം ഏറ്റവും വലിയൊരു നമ്മുടെ ഒരു ടാസ്ക്, ഒരു ചിന്തയെന്ന് പറഞ്ഞാൽ കിച്ചണിൽ നിന്ന് എത്രയും പെട്ടെന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ഇറങ്ങുക എന്നുള്ളതാണ്. ഈ ചൂട് സഹിക്കാൻ മേലല്ലോ, അതുകൊണ്ടാട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ഇനിയിപ്പോൾ എന്താ ചോറൊന്നും ആർക്കും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇരുന്ന നേരത്തെ ഞാൻ എന്താ മുടി ഏതായാലും ഒന്ന് കെട്ടി വെച്ചേക്കാൻ ഓർത്ത്. കാർക്കൂന്തൽ ഇച്ചിരി ഉള്ളൂ, എന്നാലും ഒന്ന് കെട്ടി വെച്ചിട്ട് കിടക്കുമ്പോഴത്തേനും ഒരു ആശ്വാസമാണല്ലോ, ചൂടാണല്ലോ. അങ്ങനെ ഞാനിരുന്നു വായിക്കോട്ടെ വിടുകോട്ടെ. എനിക്കാണെങ്കിൽ ഇത്രയും കിടന്ന് ഉറങ്ങിയിട്ടും ഉറക്കം മതിയായിട്ടില്ല. ഈ ചൂടിൻ്റെ ആണെന്ന് തോന്നുന്നു ഇത്രയും ക്ഷീണം. പിന്നെ കുറച്ച് എന്താ ഞാനും ആദ്യക്കൊണ്ടോട് അവിടെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ അവൻ്റെ കളർ പെൻസിലുകളും ഒക്കെ നിരത്തിയിട്ടേക്കും. അപ്പം ഞാൻ അവനെ കൊണ്ട് തന്നെ പിറക്കി വെപ്പിക്കുവാണ്. കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ, ഒരു ശീലമൊക്കെ ഇപ്പോഴേ വരുത്തണമല്ലോ. എപ്പോഴും ഞാനാണ് പിറക്കി വെക്കുന്നത്. അപ്പം ഞാൻ അവനെ കാണിച്ചു കൊടുക്കുമായിരുന്നു, അതെടുത്ത് വെക്ക് ഇതെടുത്ത് വെക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നിട്ടിപ്പം അല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ മാത്രം ചെയ്യുമ്പോഴത്തേനുമേ അവനത് ഞാൻ ചെയ്തോളും എന്നൊരിതാകുമല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയും കൂടെ ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് ഓർത്ത് പുതിയ പരിപാടികളൊക്കെ കേട്ടോ. അങ്ങനെ അവനെ കൊണ്ട് പിറക്കി വെപ്പിച്ചിട്ട് നീ തന്നെ കൊണ്ടുപോയി ഇത് ഇരുന്നിടത്ത് വെക്കാൻ പറഞ്ഞ് അതിൻ്റെ കുപ്പി കൊടുത്ത് വിട്ടതാണ്. അങ്ങനെ ഇരുന്ന് ഞാൻ എന്നിട്ടും വായിക്കോട്ടെ വിട്ടുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾ ചോറുണ്ണുവാണ്. ചോറൊക്കെ ഉണ്ടു. പിന്നെ നേരെ ലോഡ് പാത്രം ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടി. അപ്പം അതെല്ലാം കഴുകി വെക്കും. അപ്പം ചായ തിളപ്പിച്ചതിൻ്റെയും രണ്ടാമത് മാഗി ഉണ്ടാക്കിയതിൻ്റെയും ചപ്പാത്തി കുഴച്ചതിൻ്റെയും കഴിച്ചതിൻ്റെയും എല്ലാം ഉണ്ടായിരുന്നു. മറ്റേ ഞാനിതെല്ലാം കഴുകി വെച്ചിട്ടേ ഫുഡ് കഴിക്കിയിരിക്കത്തുള്ളായിരുന്നു. അല്ല എനിക്കൊരു മനസ്സമാധാനക്കേട് അതങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ. ഇപ്പം ഈ ചൂട് കാരണം എങ്ങനെയും പെട്ടെന്ന് ഒന്ന് പോയി ഫാനിൻ്റെ ചോട്ട് നിൽക്കല പരിപാടി. അങ്ങനെ പാത്രം എല്ലാം കഴുകി. പിന്നെ ഞങ്ങൾക്കുള്ള കാപ്പി കേട്ടോ, ഞാൻ ഹസ്ബൻഡും രാത്രിയിൽ ഓരോ കട്ടൻ കാപ്പി കുടിച്ചിട്ട് കിടക്കുവേ. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് എൻ്റെയും ആദ്യക്കുട്ടൻ്റെ ഒക്കെ കുപ്പി കഴുകി ഞങ്ങൾ വെള്ളവും കൂടെ കിടക്കുന്നതിൻ്റെ അടുത്ത് വെക്കും കേട്ടോ. രാത്രിക്ക് നമുക്ക് ദാഹിച്ച കുടിക്കാൻ പിന്നെ പോകണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾക്കുള്ള കട്ടൻ കാപ്പി ഇട്ടു. അപ്പോൾ ഈ കട്ടൻ കാപ്പി കുടിച്ചിട്ട് കിടന്നാലുണ്ടല്ലോ, അമ്മയൊക്കെ പറയുന്നതൊക്കെ ഇങ്ങനെ ഉറക്കം വരത്തില്ലെന്നൊക്കെ. എനിക്ക് ഇതുവരെ അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഇപ്പോൾ ഒത്തിരി കാലമായിട്ട് കാര്യം കട്ടൻ കാപ്പിയും കട്ടൻ ചായയൊക്കെ ഒത്തിരി കുടിക്കുന്ന അഴുക്കാണ്. എന്നാലും ഇതുപോലെ ഒരു അര ഗ്ലാസ് വെച്ച് രാത്രി ഞങ്ങൾ കുടിച്ചിട്ടേ കിടക്കത്തുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഉറക്കത്തിന് കുഴപ്പമൊന്നുമില്ല. ഒരു ചൂട് കുടിച്ചിട്ട് കിടക്കുമ്പോഴത്തേനും കാര്യം ചൂടുകാലമാണ്, എന്നാലും രാത്രിക്ക് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് കിടക്കുമ്പോൾ ഒരു രസമാണ് കേട്ടോ. പിന്നെ ഇതേണ്ടത് ആദ്യക്കുട്ടന് കുടിക്കാനുള്ള വെള്ളമാണ് അടുപ്പിൽ വെച്ചേക്കുന്നത്. അതിന് രാത്രിയിൽ തിളപ്പിച്ച് അങ്ങ് വെച്ചേക്കും. അപ്പം രാവിലെ ആകുമ്പോഴത്തേനും തണുത്തിരുന്നോളൂല്ലോ. ബോട്ടിൽ ഒഴിച്ച് കൊടുക്കുവേ. അതാകുമ്പോൾ അവൻ തന്നെ എടുത്ത് കുടിക്കാമല്ലോ. എപ്പോഴും ഞാൻ എടുത്ത് കൊടുക്കണ്ടല്ലോ, അതിനാട്ടോ അങ്ങനെ വെക്കുന്നതല്ല. അത് ഗ്ലാസ്സിൽ കുടിക്കാനൊക്കെ അറിയാം കേട്ടോ. 5-6 വയസ്സാവാറായി. അങ്ങനെ പിന്നെ നേരെ കാപ്പി എടുത്തപ്പോൾ ഞാൻ കിച്ചണെല്ലാം ഒന്ന് വൃത്തിയാക്കി. അവിടെ എല്ലാം ഒന്ന് സിങ്കെല്ലാം ഒന്ന് തുടച്ച് കഴുകി. പിന്നെ നമ്മുടെ കിച്ചൺ നമ്മുടെ ആ ടേബിളില്ലേ അതെല്ലാം തുടച്ച് പിന്നെ നേരെ കാപ്പി കുടിക്കാണ്ട് വന്നിരുന്നാണ്. അപ്പോൾ ആദ്യക്ക് കൊടുക്കുന്നൊന്നുമല്ല, ഒരു വായ്ക്ക് ഇതുപോലെ കൊടുക്കും കേട്ടോ. ആ കൊടുത്തത് ദേഹത്തോട്ടും വീഴാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ കിടന്നുറങ്ങും. അപ്പോൾ എൻ്റെ സിമ്പിൾ സ്കിൻ കെയർ എപ്പോഴും പറയുന്ന പോലെ മോയ്സ്ചറൈസർ ജസ്റ്റ് ഒന്ന് മുഖത്തിടും. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും ഒക്കെ ചെയ്യണേ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാമേ. ബൈ, ഗുഡ് നൈറ്റ്.